ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, അതായത് എന്താ പറയാ, ഒരു നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനെയോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നല്ല വേണ്ട പോലെ മുതലെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ട പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിനിയോഗിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് ഈ വ്യക്തിനെ കൊണ്ട്. ഈ വ്യക്തി ചെയ്യുന്ന പല പരിപാടികളും, ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഈ വ്യക്തി നിങ്ങളോട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിനെ കൊണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ചെയ്യുന്ന പല വിധത്തിലുള്ള കുണുകുണു പരിപാടികളെ കൊണ്ട് നിങ്ങൾ പൊറുതി മുട്ടിയിട്ടുണ്ട്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ ഓർത്തിട്ടുണ്ട്, ദൈവമേ ഞാൻ എങ്ങനെ ഇതിന് തലവെച്ചു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടത്, ഞാൻ പരിചയപ്പെട്ടപ്പോഴുള്ള ആദ്യമുള്ള ഒരു സ്വഭാവമല്ലല്ലോ ഇപ്പോ, അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ബാക്കി ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്, പക്ഷെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയുള്ള ഒരു ആളെ പരിചയപ്പെടാനായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്താണ് ഒരു സ്നേഹബന്ധത്തിൽ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈവാഹിക ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ മാത്രം എന്താണ് തോറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട്. ഇവിടെ രണ്ടുപേരുടെ എനർജി കിട്ടും. നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ജീവിതത്തിന് ബാലൻസ് തരും എന്ന പ്രതീക്ഷയിൽ നിന്ന നിങ്ങൾ ഈ വ്യക്തിനെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസ് കിട്ടും, ഒരു താങ്ങായിട്ട് നിൽക്കും എന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയിൽ നിന്നിട്ട് നിങ്ങളെ താങ്ങിയിട്ട് പോയി. വേറെ താങ്ങാണ്, വേറെ താങ്ങലായിട്ട് നിങ്ങളെ നല്ല രീതിക്ക് താങ്ങിയിട്ട് പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയാ, മിണ്ടുന്നുണ്ടോ ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ പഴയ പോലെയുള്ള മാനസിക അടുപ്പം ഇല്ല. ചില ആളുകൾക്ക് തീരെ ഫുള്ളായിട്ട് ഒരു ബന്ധവും ഇല്ല, എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ഒരു വിവരവും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. എന്നാലും നിങ്ങൾ ഈ ബന്ധത്തിൽ ഇവരും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, കാരണം ഈ വ്യക്തി ചെയ്ത പരിപാടികളൊക്കെ ഈ വ്യക്തിക്ക് എന്താന്ന് ബോധ്യം എന്ന് പറയുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഇവർക്കും അറിയാം ഇവരെന്തൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അംഗീകരിക്കാനായിട്ട് തയ്യാറുള്ള ഒരു വ്യക്തിയല്ല ഇത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ചാക്കോവന്റെ ഫേസുമായിട്ട് ഭീമൻ രഘുവിന്റെ പരിപാടി കാണിക്കുന്ന മനുഷ്യനാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കുൽസിത കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ കയ്യിലുണ്ട്. പുറമേ ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ലേഡി ആണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷെ ഇത് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉപദ്രവം, ശാരീരിക ഉപദ്രവങ്ങൾ ചിലര് നേരിട്ടതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോ പറയുന്നത് പോലെ ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ ശാരീരിക ഉപദ്രവങ്ങൾ നേരിടുന്നത്. പുരുഷന്മാരും ശാരീരിക ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എന്നാലും ഈ വ്യക്തിയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ വ്യക്തിക്ക് എപ്പോഴും അനാവശ്യങ്ങളായിട്ടേ തോന്നുള്ളൂ. നിങ്ങൾ എന്ത് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാലും അതൊക്കെ ഈ പുള്ളിക്ക് അനാവശ്യങ്ങളായിട്ട് മാറും. അതേസമയം നിങ്ങളുടെ ഈ വ്യക്തി പറയുന്ന പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ഒരു ആവശ്യമായിട്ടാണ് ഇവര് ഇങ്ങനെ മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ പുറം ലോകത്തിന് കേൾക്കുമ്പോൾ മനസ്സിലാവും, ശ്ശെടാ ഇതൊരു അനാവശ്യ കാര്യമാണല്ലോ ഇവര് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ശ്ശെടാ ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യങ്ങളാണോ ഇവര് ചെയ്യുന്നത് എന്നൊക്കെ പുറം ലോകത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടൊന്നും തോന്നുന്ന കാര്യമല്ല. പക്ഷെ ഇവർക്കത് ആവശ്യമാണ്. ഇവരുടെ അനാവശ്യ കാര്യം ഇവർക്ക് ആവശ്യമാണ്. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ എന്താ പറയാ ആവശ്യം ആയിട്ട് ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് അനാവശ്യമാണ്. അതൊന്നും നടപ്പിലാവൂല. നിങ്ങൾക്ക് സംശയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്നെ തകർക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ഇതാക്കാൻ നോക്കുന്നു. ഞാൻ പറയുന്നത് കേട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി സംസാരിക്കാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, ഞാൻ പറയുന്ന പാതയാണ് നല്ലത്. അപ്പോ അതാണ് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത്. പക്ഷെ അതിനെ ഈ വ്യക്തിയുടേതായിട്ടുള്ള പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ പ്രതികരണമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ തമ്മിത്തല്ല്, വഴക്ക്, പ്രശ്നങ്ങൾ ഓൾറെഡി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, അവർക്കും ഉണ്ടായിട്ടുണ്ട്. മാനസിക ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഉറക്കക്കുറവ്, ഡിപ്രഷൻ, മെന്റലി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വർണം, പണയം അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ സഹായിച്ചിട്ടുള്ളവര് ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. കാരണം എന്താ പറയാ കുറച്ചാളുകളാണ്, പക്ഷെ അത് കൊടുത്തുപോയി, വിശ്വസിച്ച് കൊടുത്തുപോയി. ഇപ്പൊ കിട്ടുവോ ഇല്ലയോ ഒരു പ്രതീക്ഷയില്ല, കിട്ടുവോ ഇല്ലയോന്ന്. സ്വർണമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തതായിരിക്കാം. ഇപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈമലർത്തി കാണിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അല്ലെങ്കിൽ നാളെ തരാം, മറ്റന്നാൾ തരാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടം കറക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് ചോദിച്ച് അവര് പൈസയും കൊടുത്ത് സ്വർണവും കൊടുത്തിട്ടുള്ള അവര് എല്ലാ രീതിയിലും എന്താ പറയാ കൊടുത്തു പോയല്ലോ, എനിക്ക് ഇനി എന്തെങ്കിലും രീതിയിൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള മൈൻഡിൽ ഇരിക്കുന്നവരുണ്ട്. കുറച്ച് പേരോട് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞും കണ്ടും സഹായിക്കുക, അത്രയോ പറയാനുള്ളൂ. ഓക്കെ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള, ഇവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന, ഇവരുടെ കൂടെയുള്ള ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറണം. ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കണം. അങ്ങനെയുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓക്കെയാണ്. പിടികിട്ടിയില്ലേ എന്താന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏകദേശം നിങ്ങളുടേതായിട്ടുള്ള, ഏകദേശം അല്ല, A to Z നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഇവർക്ക് അനുകൂലമായിരിക്കണം. ഇവരെന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ മറ്റേ അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഇവരെപ്പോ സംസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. ഇവരുടെ മൂഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കണമെന്നാണ് നിങ്ങളുടെ ആള് വിചാരിക്കുന്നത്. എല്ലാ കാര്യം ഇപ്പൊ നിയമപരമായിട്ടുള്ള കാര്യമാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ഇവരെ മനസ്സിലാക്കുന്നില്ല, ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ സ്നേഹിക്കണം, ഇവരെയും മനസ്സിലാക്കണം, ഇവരുടേതായിട്ടുള്ള പാതകളിൽ കൂടി നടക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമാണ്. ആ പാത എന്താണെന്ന്, മുള്ളു നിറഞ്ഞ പാത ഉണ്ടാവും, അല്ല ഇനിയിപ്പോ നല്ല രീതിയിലുള്ള പാതകൾ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്കറിയാലോ ഈ വ്യക്തി വിചാരിക്കുന്ന
വഴി ഏതാണ്, ഏത് വഴിയിൽ കൂടിയാണ് നടക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷെ ഈ ആള് വിചാരിക്കുന്നത് ഞാൻ പറയുന്ന, ഞാൻ തെളിച്ചു കൊടുക്കുന്ന അതേ വഴിയിൽ, ഞാൻ തെളിച്ചു കൊടുക്കുന്ന അതേ സംസാരങ്ങൾ, ഞാൻ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കണമെന്നുള്ള രീതിയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. കാരണം അന്യ ആളുകളെ കൊണ്ടുള്ള സംസാരം, അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വ്യക്തികളെ കൊണ്ടുള്ള സംസാരം, പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്യര് നല്ല രീതിക്ക് കയറി കളിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെ ഒരുപാട് ഡിപ്രഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അന്യരുടേതായിട്ടുള്ള പരിപാടികളും കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ വളരെയധികം മാനസിക തകർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവരുദ്ദേശിക്കുന്നത്, ഇവരെന്ത് പരിപാടി കാണിച്ചു കഴിഞ്ഞാലും അത് അവരുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അപ്പൊ ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ അന്നത്തെ അനുഭവം അങ്ങനെ ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ അന്നത്തെ തെറ്റ് അങ്ങനെ വന്നു പോയി, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ്. എനിക്ക് വയ്യ നിങ്ങളുടെ ആളെ കൊണ്ട്. പക്ഷെ നിങ്ങളാണ് ഈ വ്യക്തി ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, അതിപ്പോ ഏത് മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയോ അല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ, ഈ നിങ്ങളുടെ ആള് ചെയ്യുന്ന പല പരിപാടികളും നിങ്ങളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പരിപാടി, അതായത് അത്രയും അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കി കളയും. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും, നിങ്ങൾ എത്ര വഴക്കിട്ട് നിന്നാലും, നിങ്ങൾ എത്ര അകന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഇവരെ നന്നായിട്ട് ഏതൊക്കെ രീതിയിൽ സ്നേഹിക്കാൻ പറ്റുമോ അത്രയൊക്കെയുള്ള രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. നിങ്ങൾ സ്നേഹിക്കും. പിന്നെ എവിടെയൊക്കെ പോയി കറങ്ങിത്തിരിഞ്ഞ് ലാത്തി അടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവരുടെ ഒരു വിളി, ഒരു നല്ലൊരു സ്നേഹത്തോടുകൂടി വിളി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അത്രയും ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന പക, വൈരാഗ്യം, ബുദ്ധിമുട്ട് എല്ലാം ആ ഒരു എന്താ പറയാ, അത്രയും കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യം ഫയർഫോഴ്സ് വന്ന് കിടത്തുന്ന പോലെ ഫുള്ളായിട്ട് അണഞ്ഞ് നല്ല ശാന്ത സമാധാനമായിട്ട് ഒരു പുകച്ചിലൊക്കെ മാറി ഒരു തണുത്ത ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലോട്ട് വരുമെന്നും നിങ്ങളുടെ ആൾക്കറിയാം. നിങ്ങൾ അത്രയും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നല്ല രീതിക്ക് നിങ്ങൾ ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് പല സമയത്ത് ഈ വ്യക്തിയോട് വൈരാഗ്യം, അല്ലെങ്കിൽ എന്നോട് ഇത് എന്തിനു ചെയ്തു എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ പുകഞ്ഞു വരാറുണ്ട്. ആ ഒരു പുകച്ചില്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആളിക്കത്തുന്ന ഒരു പരിപാടിയൊക്കെ ഇവരുടേതായിട്ടുള്ള ഒരു വിളി, അല്ലാന്നുണ്ടെങ്കിൽ ഇവര് പൂർണ്ണമായിട്ടും മാറി എല്ലാ രീതിയിലും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു വൈരാഗ്യമൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് മാറ്റാൻ ഇവർക്ക് പറ്റും എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പരിപാടികളും കുറച്ച് നേരത്തേക്കൊക്കെ, ചിലപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഈ വൈരാഗ്യം ബുദ്ധിമുട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവരെ കൊണ്ട് ആ വൈരാഗ്യവും ബുദ്ധിമുട്ടും പകയും എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ പറ്റും എന്ന് ഈ നിങ്ങളുടെ ആള് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നോക്കാം. കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരാളെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബാലൻസ് ഇല്ലായ്മ. കാരണം നമ്മളൊരു തുലാസിൽ നിൽക്കുവാണെങ്കിൽ ഒരെണ്ണം മുകളിലും ഒരെണ്ണം വളരെ താഴെയാണ്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു ഏറ്റക്കുറച്ചിലില്ലേ. ഒരാൾ നമ്മൾ ഈ ലൈഫ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം. അല്ലാതെ മറ്റേയാളെല്ലാം ചെയ്തോളും ഞാനൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ മറ്റേയാളെല്ലാം സ്നേഹിച്ചോളും മറ്റേയാളെല്ലാം ചെയ്തോളും ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ പതിയെ ആ ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. കാരണം ഈ വ്യക്തിനെ കൊണ്ട് മനസ്സമാധാനം മാത്രമല്ല, ഈ വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും
ഒരാൾ ചെയ്യേണ്ട കാര്യം രണ്ടാളുടെ പണി നിങ്ങൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാളുടെ പണി നിങ്ങൾ എടുക്കുക. റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലായ്മ, ഒരു എന്താ പറയാ, ടോട്ടലി എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം പലതും എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ജീവിതത്തിനൊരു കൺഫ്യൂഷൻ തരിക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ ഈ ആള് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിലേ ഒരു 50% ആളുകൾക്ക് ശ്രമിച്ചാൽ തിരിച്ചു കൊണ്ടുവരാട്ടോ. വേണ്ട ഡിസിഷൻ എടുത്ത് പല കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ആളെ തിരിച്ചു കൊണ്ടുവരാം. ശ്രമിച്ചാൽ തിരിച്ചു കൊണ്ടുവരാം. കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന, ഹസ്ബൻഡിനെ വിചാരിച്ച് കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വൈഫിനെ വിചാരിച്ച് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ശ്രമിച്ചാൽ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യങ്ങൾ, നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള പല കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഒരു പരിപാടിയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചാൽ തിരിച്ചു കൊണ്ടുവരാം. കാരണം ഒരു കാര്യത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കാര്യത്തില് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സ്റ്റക്ക് എനർജിയാണ്. ബന്ധനം ചെയ്തു വെച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു ബന്ധനം, ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. ഒരു ബന്ധനം ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു വ്യക്തിബന്ധനമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിലുള്ള ബന്ധനമായിരിക്കും. അതായത് നിങ്ങളുടെ വ്യക്തിയെ ആവശ്യമില്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അതാണ് കുറച്ച് പ്രശ്നം. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാരണം നമുക്ക് ഇപ്പൊ തെറ്റ്, നമ്മുടെ ലൈഫിൽ തെറ്റാണോ ഒരാൾ പറയുന്നത്, ശരിയാണോ പറയുന്നതെന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. പക്ഷെ അത് ചിന്തിക്കാതെ അത് ഭാവിയിലോട്ട് അത് എന്തുണ്ടാകും, അല്ലെങ്കിൽ അതെന്റെ കുടുംബത്തിനെ ബാധിക്കുമോ, എന്നെ ബാധിക്കുമോ, അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കുമോ, അതെ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ തൽക്കാല ടെമ്പററി ആയിട്ടുള്ള പ്രീതിപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ, അത് നിങ്ങളെയും ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുടുംബത്തിനെ വരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. നിങ്ങൾ എന്നോട് തെറ്റൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്നോട് പ്യൂരിറ്റി ആയിട്ട് നിൽക്കണം, നിങ്ങൾ എല്ലാ രീതിയിലും എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എല്ലാ രീതിയിലും എന്നെ വഞ്ചിക്കാതെ നിൽക്കണം, എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് അനുകൂലമായിട്ട് മറുപടികൾ പറയണം, എവിടെയാണെന്നുണ്ടെങ്കിലും എൻ്റെ സാഹചര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ഇത്തിരി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യണം, സഹതപിക്കണം, ഞാൻ അങ്ങനെ ആയിരുന്നു, എന്നെ അപ്പോഴും സ്നേഹിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി നിലവിൽ ഇപ്പൊ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.